പുതിയ നായകന് മുബിൻ റാഫി, പിന്നെ നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട മറ്റൊരു നായകൻ അർജുൻ അശോകൻ, പിന്നെ ജാഫർ. നിന്റെ പേര് പറയുന്നു, നീ നായകനാണല്ലോ ഇപ്പൊ. സോഷ്യൽ മീഡിയയിൽ അത് വെച്ച് തങ്ങളുടെ ഫേസും വെച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, മോശമാക്കരുതെന്ന് ആവശ്യപ്പെട്ടു. പൈസ പഠിക്കണം തോന്നുന്നു. ഞാനത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വിചാരിച്ചത്, പക്ഷെ നീ അത് കോമഡി ആക്കിയത്. നീ കഥ പറയല്ലേ, കുറച്ചോർത്തിട്ട് എനിക്ക് പേടിയാണ് നിനക്ക് എനിക്ക് മുമ്പ് ഇക്കടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇക്കയുടെ ഒരു 2 ഫിലിം മുമ്പ് വന്നത് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എന്തോ ഒരു അൺഭാഗ്യവശാൽ അത് നടന്നിട്ടില്ല. ഞങ്ങളുടെ ഭാഗ്യവശാൽ അതാണ് പറയണ്ടത്, ഞങ്ങളുടെ ഭാഗ്യവശാൽ അത് നടന്നില്ല. ഇല്ല, ഞാൻ നേരത്തെ കയറണമെന്ന് വേണമെന്ന് വിചാരിച്ചാ, പക്ഷെ ബാക്കിയുള്ളവര് വിചാരിച്ച അതുകൊണ്ടാ വൈകിയത്. ഇതൊരു ത്രില്ലർ ജോണർ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഉണ്ട് ഇതിനകത്ത്. തമാശയുണ്ട്, കാര്യമുണ്ട്, ഡാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, പാട്ടുണ്ട്, അങ്ങനെ ഒരു മിക്സഡ് വേർഷൻ, ഒരു പക്ക എന്റർടൈനർ എന്ന് പറയുന്ന ജോണറിലുള്ളൊരു സിനിമയാണ്. ആദ്യം തൊട്ട് അവസാനം വരെ 2 മണിക്കൂർ ലെങ്ത് ഉള്ളൊരു സിനിമ. ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് വളരെ രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരു സിനിമ. ഒരു പ്രേക്ഷകന്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കൂടുതൽ തള്ളി മറിക്കണമെന്നില്ലാതെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഞങ്ങളെല്ലാവരും അതുപോലെ പണിയെടുത്തിട്ടുണ്ട്. ആദ്യ സിനിമയാണ്, നായകനെ വരുന്ന ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അപ്പം പൊതുവെ നെറ്റ്ഫ്ലിക്സിന്റെ ഒരു കാലം കൂടിയാണല്ലോ. അപ്പം വേണമെന്ന് വെച്ചിരുന്നാൽ താങ്കൾക്ക് വേണമെങ്കിൽ ഇൻഡസ്ട്രി നേരത്തെ കയറാം. നല്ലൊരു എസ്റ്റാബ്ലിഷ് ആയ ഒരാളാണ് താങ്കളുടെ ഫാദർ. വേണമെന്ന് വിചാരിച്ച ഒരു ആക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു കരിയർ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളായിരുന്നല്ലോ. പക്ഷേ അങ്ങനെയല്ലാതെ പഠിച്ച് അസിസ്റ്റന്റായി അസോസിയേറ്റ് വർക്ക് ചെയ്തിട്ട് ശേഷമാണ് ഇപ്പോൾ ഒരു അഭിനയത്തിലോടൊന്ന് കയറിയത്. ശരിക്കും എൻ്റെ ഐഡന്റിറ്റി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കയറിയാൽ മതി, അങ്ങനെ ഒരു ഇത് ഉള്ളതുകൊണ്ടാണോ? ഇല്ല, ഞാൻ നേരത്തെ കയറണമെന്ന് വേണമെന്ന് വിചാരിച്ചാ, പക്ഷെ ബാക്കിയുള്ളവര് വിചാരിച്ച അതുകൊണ്ടാ വൈകിയത്. സമ്മതിച്ചില്ലേ? ഇല്ല, ഞാൻ കോളേജില് ഫസ്റ്റ് ഇയർ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്. അപ്പൊ തന്നെ ഞാൻ വാപ്ചടുത്ത് ചാൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാപ്ച പറഞ്ഞ ഒരു അല്ല, കുറച്ചും കൂടി ഒന്ന് വളരട്ടെ, അല്ല ഇപ്പൊ ഒന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എന്താണ് ഇതിന്റെ പരിപാടി എന്നൊക്കെ ഒന്ന് മനസ്സിലാക്ക്, എന്നിട്ട് ഇത് പറ്റണ ഫീൽഡാണോ എന്ന് നോക്ക് എന്ന് പറഞ്ഞു. പക്ഷെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി ഫീൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു അഭിനയിക്കാൻ പറ്റണ ഒരു ഓപ്പർച്യൂണിറ്റി പിന്നെ അങ്ങനെ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പടം ഉണ്ടാകണം. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് കൊച്ചിയിൽ മാത്രം നടക്കുന്ന കഥയല്ല. ഇത് എല്ലാ പട്ടണങ്ങളിലും സാധാരണഗതിയിൽ ഇന്ത്യയിലെ ഏത് പട്ടണത്തിൽ വേണമെങ്കിലും സംഭവിക്കാവുന്ന കഥയാണ്. ഇതില് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ പഞ്ചാബ് ഹൗസ് പോലെ ബാക്ക് ടു ബാക്ക് കോമഡി ആയിട്ടുള്ള പടമല്ല. സിറ്റുവേഷനലി കുറച്ച് ത്രില്ലറും കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതില് തമാശ ഉണ്ട്, ഇല്ലാന്നല്ലേ പറയണേ. പക്ഷെ ഇവരുടെ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മള് അത് പടം കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. അപ്പൊ അതൊക്കെ പിടിക്കാൻ പറയും നമ്മളടുത്ത്. അപ്പൊ അത് ത്രൂ ഔട്ട് പടം കണ്ടു കഴിയുമ്പോൾ ഒരു ക്യാരക്ടറൈസേഷൻ അവര് ഓൾറെഡി ഉണ്ട്. അപ്പൊ താങ്കൾ റാഫിയായിട്ടും കൂട്ടിയിട്ട് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്. പക്ഷെ എക്സ്പെക്ട് ചെയ്യരുത്, ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട. ശരിക്കും പറഞ്ഞാൽ എന്താ റിവ്യൂസിനെ അവരെ പേടിക്കുന്നുണ്ട് ഇപ്പൊ പലപ്പോഴും. അങ്ങനെയല്ല, ഞാൻ എന്താ പറയാ, ഇതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ തള്ളി പറിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല്ലോ. അതുകൊണ്ടാണ്. കാരണം ഞാൻ പറയാം, ഒന്നും പ്രതീക്ഷിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കിട്ടും എന്ന് മാത്രം വിചാരിച്ചത്. ഒറ്റ വാക്കി പറഞ്ഞ അതാണ്. കാരണം ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഈ സിനിമ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് വരുമ്പോഴാണ്, അത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് വരുന്ന പ്രശ്നം. അപ്പോൾ ഇതിനകത്ത് ഒന്നും കിട്ടൂല എന്ന് തന്നെ വിചാരിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ കാണുമ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് തോന്നണമെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതേപോലെ ഒരു സ്ക്രീൻ ഞെട്ടിക്കുന്ന പെർഫോമൻസ് ആണ് ഓരോ തവണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രമേയത്തിലെ പെർഫോമൻസ് അടിച്ചിട്ട് അപ്പോൾ ഓരോ സിനിമ കഴിയുമ്പോഴും കരിയർ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. ആ ഗ്രാഫ് അതേപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സിനിമ വരുമ്പോൾ എനിക്ക് ഈ കഥാപാത്രം എൻ്റെ ഓഡിയൻസിന് ഇത് കറക്റ്റായിട്ട് കൺവേ ആവും, അല്ലെങ്കിൽ എൻ്റെ ഇത് ചെയ്യുവാണെങ്കിൽ ക്ലിക്ക് ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയായിരിക്കും? ഓരോ കഥാപാത്രം ക്ലിക്ക് ആവും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടല്ല
ചെയ്യുന്നത്. ആക്ച്വലി ബ്രഹ്മയുഗം തന്നെ പടം നമുക്ക് ഇത്ര ആൾക്കാർ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു, ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുന്ന അറിയാം, പക്ഷെ എന്നാൽ തന്നെയും അത് ടോട്ടലി ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഒരു ജോണർ ആണല്ലോ. അപ്പൊ അത് ആൾക്കാരെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ ഒരു നടൻ എന്നുള്ള രീതിയിൽ അത് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഓരോ പടങ്ങൾ കഴിയുന്തോറും അടുത്ത പടം വരുമ്പോൾ എന്താണ് എക്സൈറ്റിംഗ് ഫാക്ടർ ഉള്ളതെന്ന് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ ഇത്ര നാളെ ചെയ്തതിൽ കോൺസ്റ്റബിൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഈ പ്രൊമോഷൻ കിട്ടിയൊരു പടം ആദ്യത്തെ ഇതാണ്. പിന്നെ അതുകൂടാതെ തന്നെ റാഫിക്ക നാദിഷിക്ക കൂട്ടുകെട്ടത്തിലൊരു പടം ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അതൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ. കാരണം വെച്ചാല് ചെറുപ്പം തൊട്ട് തന്നെ നാദിഷിക്കനെ നന്നായിട്ട് നല്ല പരിചയമുണ്ട്, ഞങ്ങളെ നെയ്ബേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും ജീവിതത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല നാദിഷിക്ക എന്ന പടത്തിൽ അഭിനയിക്കാൻ പറ്റുന്നുള്ളൂ, നടനാവും പോലും ചിന്തിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ നാദിഷിക്ക വിളിച്ചിട്ട് പറഞ്ഞാൽ ഒരു പരിപാടിയാണ്, കേട്ടു നോക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞു. കേട്ടു, ഇഷ്ടപ്പെട്ടു. മുബീന അപ്പോഴും ആദ്യമായിട്ടാണ് റാഫിക്കയുടെ വീട്ടിൽ കാണുന്നത്. അപ്പോൾ ഇവനും കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അപ്പം അങ്ങനെയാണ് ഈ പടത്തിലേക്ക് കയറിയത്. പിന്നെ ലൈക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടേഴ്സാണ്, അല്ലാണ്ട് നമ്മൾ അത് ഓഡിയൻസ് കണ്ടു കഴിയുമ്പോഴാണ് അവരത് എങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് ചിന്തിക്കുന്നത്. അപ്പം ഇതിനി കാണട്ടെ, കണ്ടിട്ട് നമുക്ക് പറയാം ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത്. കണ്ട സമയത്ത് അജു വർഗീസ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ല, പുതിയ കുറെ കാര്യങ്ങൾ പഠിക്കാനും അൺലേൺ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു റാഫിക്കയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നുള്ളത്. അപ്പൊ ഇപ്പൊ അതിന്റെ ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ള ഫിലിംസ് അങ്ങനെ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനും കൂടി പറ്റുമോ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി? നമ്മൾ ഓരോ പടം കഴിയുന്നതും, നീ ഇത് സെയിം ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഇന്റർവ്യൂവിന്റെ ഇടയിൽ, നമ്മൾ ഓരോ പടം കഴിയുന്നതും എന്തായാലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമല്ലോ എന്തായാലും. ഇപ്പൊ ആദ്യമായിട്ടാണല്ലോ നാഷികയോട് വർക്ക് ചെയ്യണം. കാരണം എനിക്ക് നാഷികനെ പരിചയം ഉണ്ടെങ്കിൽ തന്നെയും പടത്തിൽ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് കൂടെ നിന്ന് അഭിനയിക്കുന്നതും ചെയ്യുന്നത്. ഈ പടം കൊണ്ട് അവൻ വേറെ കാര്യം പഠിച്ച്, കാരണം ഞാൻ ഒരു സീൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും ഞാൻ അഭിനയിക്കണം പോലെ അഭിനയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ പഠിച്ചു. കാരണം അങ്ങനെ ചെയ്ത് തന്നെ കുഴപ്പമൊന്നും അല്ലേ, അത് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള സാധനം അടിപൊളിയായിരുന്നു. കാരണം ഒരു 20-25 ദിവസത്തോളം ഉണ്ടായിരുന്നു നമ്മള് സെറ്റില്. അപ്പൊ ഭയങ്കര രസമായിരുന്നു. മൊത്തം റാഫിക്ക ഇങ്ങനെ ഒരു പരിപാടി പറഞ്ഞുതരും. റാഫിക്ക കൂടെ അഭിനയിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതിൽ റാഫിക്കനെ അടിക്കുന്ന സീനാണ് ഫസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്യണത്. അത് ഞാനത് എങ്ങനെ ചെയ്യുമെന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു ആദ്യം ഇരുന്നത്. ആഷിക്ക് നോക്കണം അവിടെ കൊടുത്തോളാം. പക്ഷെ രസമായിരുന്നു. കാരണം ഇവരിവിടെ വർക്ക് ചെയ്യുമ്പോ പഴയ കഥകള് ഭയങ്കര രസം, അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു പടമാണ്. ഞാൻ പറഞ്ഞത് ഇവൻ തല്ലണല്ലോ റാഫിക്കനെ അടിക്കാനായിട്ട് മടി. ഞാൻ പറഞ്ഞ ഒന്നുമല്ലട, അച്ഛനെ പണ്ട് റാഫിക്ക ഒരു സ്ഥലത്ത് വെച്ച് പഞ്ഞിക്കിട്ടിട്ടുണ്ടെന്ന് ശരി പിന്നെ സീൻ ചെയ്തല്ലോ. പിന്നെ കുറച്ച് ജാഫർക്ക ഒരു പ്രധാന വേഷത്തിലെത്തിയ പൊയ്യാമൊഴി എന്ന് പറഞ്ഞ ചിത്രം കാൻ ഫിലിം ഫെസ്റ്റിവലില് ഫിലിം മാർക്കറ്റില് സ്ക്രീൻ ചെയ്യുന്നുണ്ട്, ഇന്നലെ റിലീസ് ചെയ്തു. അപ്പൊ മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ മലയാളത്തിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് കാനിലൊക്കെ അവതരിപ്പിക്കുന്ന, അതിൽ പ്രധാന വേഷം ചെയ്യുന്ന അതിന്റെ പോസ്റ്ററുകളൊക്കെ കണ്ടിരുന്നു. ഒരു നമുക്ക് എന്താ പറയാ, ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള പടമായിരിക്കും എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പടം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ചുരുളി ചെയ്യുന്നത്, അങ്ങനെ ഒരുവിധം നല്ല സിനിമകളിൽ മികച്ച ക്യാരക്ടറുകൾ വരുന്ന ഒരു സമയത്തും തന്നെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ആ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഇപ്പൊ റാഫിക്ക നാദിർഷിക്ക എന്നുള്ള പേരല്ലാതെ സിനിമ തന്നിട്ടുള്ള ഒരു ഹൈ എന്തായിരുന്നു, സിനിമയിലേക്ക് എത്താനുള്ള ഒരു ഇതുണ്ടായിരുന്നു? അത് ഞാൻ വീട്ടിലിരിക്കുന്നു. എനിക്ക് റാഫി സാറും ഷാരോടും കൂടി വലിയൊരു മീറ്റിംഗ് വിളിച്ച് എൻ്റെ വീട്ടിലേക്ക് രണ്ടുപേരും വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതിനകത്തൊന്ന് സഹകരിക്കാവോ ജാഫർ? ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി അന്ന് റാഫി സാറിനോട് പറയുന്നു. നാഷകനോട് കണ്ണടച്ചിങ്ങനെ ഞാൻ ശരിക്കും വേറെ കേട്ടതിന് ശേഷം ഞാൻ അർജുനെ വിളിച്ചു. അർജുൻ പറഞ്ഞു, ചേട്ടാ ഇന്നലെ ഏറ്റെടുത്ത് ഞങ്ങൾ എങ്ങനെ അരി മേടിച്ചു പോട്ടെ. ഒരു ഫോൺ വിളിച്ചിട്ട് ഞാൻ ഇവിടെ കൊണ്ടുപോകാം, ഞാൻ നാളെ വന്നിട്ട് ഒരു സാധനം എന്റെ പറ്റിലും ചെയ്തോ കൊള്ളുന്നു, ഞാൻ വന്ന് ചെയ്തേച്ചു പോയ സംഭവം. എനിക്ക് തൃപ്തരാണ്. നല്ലൊരു വേഷം എനിക്ക് തന്നേക്കുന്നത്. പിന്നെ ഒരു കുടുംബത്തിൽ ചെന്ന് കയറുന്നവരുടെ ഒരു ഫീലിങ്സ് ഒക്കെ നാശാക്കാരുടെ പടത്തിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു സിനിമാ നടനാണെന്നോ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ ചെന്ന് കഴിയുന്ന ഒരു ഡയറക്ടർ ബന്ധമൊന്നുമല്ല. അതന്നെയല്ലേ ഈ ഇരിക്കുന്ന ലെവല് തന്നെ നോക്കിയേ.
നിങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നത്? ആർക്കെങ്കിലും ഞാനൊഴിച്ച് ബാക്കി ആർക്കെങ്കിലും ജാടയുണ്ടോ? ഇല്ലല്ല. അപ്പൊ അത്രേ ഉള്ളൂ. ഞങ്ങളൊരു കുടുംബം പോലെ തമാശം പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. പിന്നെ ഇക്കറിഞ്ഞ 80 ദിവസം ഷൂട്ട് കൂടിപ്പോയി. അപ്പൊ സാറ് ചോദിച്ചു എന്തോ ചെറിയ പടമാണോ വലുതല്ലേ എന്നൊക്കെ ചോദിച്ചില്ലേ. പിന്നെ മഴ ഒരു ഘടകമായിരുന്നു. മഴ ഞങ്ങളെ കുറെ ശല്യം ചെയ്തു. ഷൂട്ടൊക്കെ രാത്രിയായിരുന്നു. അങ്ങനെ കുറെ ദിവസങ്ങളൊക്കെ പോയി. അല്ലാതെ ഇപ്പൊ സാറ് ഉറക്കും അവര് പച്ചയ്ക്ക് വർത്താനം പറഞ്ഞു. 20 ദിവസം കൊണ്ട് തീർക്കാന്ന് പറഞ്ഞ് 80 ദിവസം കൊണ്ട് അവൻ തീർക്കാന്നും പറഞ്ഞ് അവിടെ കടന്നുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആലോചിച്ചില്ല. അങ്ങനെയായിരുന്നു മൊത്തത്തില്. പിന്നെ സിനിമയാണ്, ഇക്കാടെ സിനിമയാണ്. ഇക്ക എൻ്റെ റൂട്ട് അനുസരിച്ച് ഇന്ന് രാത്രി എടുത്ത നാളെ പ്ലാൻ ചെയ്യണ പെട്ടെന്ന് മാറ്റുന്ന ആളൊക്കെയാണ്. എന്തായാലും ഒരു മനോഹര സിനിമയായിരിക്കും. ഇവരെല്ലാവരും മുബിനും പിന്നെ അർജുൻ അശോകനും ഷൈൻ ടോം ചാക്കോ ഇവരെല്ലാം വലിയ വലിയ വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അതിൽ പ്രധാനപ്പെട്ട ഒരു 2 ക്യാരക്ടേഴ്സിൽ ഇവർ രണ്ടുപേരും അർജുനും മുബി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ആദ്യം പിന്നെ ഈ മുബിന് ഒരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുബിൻ അഭിനയിച്ച ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടിയിട്ടുള്ള കക്ഷിയാണ്. ഇത് എവിടെ ഇരുന്നത്? പുറത്തു പറയാൻ ഉള്ളിലെത്തുന്നതാണ്. അല്ല അവാർഡേ ഒരു സെറ്റപ്പ്. അത് എന്റെ അടുത്ത് ഇപ്പോഴാണ് പറയണത്. ഇത് നേരത്തെ പറഞ്ഞില്ല. ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഇതില് ഇത്രയും പേര് മത്സരിച്ചിട്ട് എനിക്കാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ റിലീസ് ആയാലോ അന്വേഷിക്കാൻ പോയില്ലടാ. ഏതായാലും ഞാനത് കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത് മാത്രമല്ല നമ്മള് ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ മൂവിന്. ഞാൻ റാഫിക്കയുടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ ഇപ്പോഴാണ് ഞാൻ കാണുമ്പോൾ ഇവൻ അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെയിലും കൊണ്ട് ഇങ്ങനെ ഓടിപ്പാഞ്ഞെടുക്കും. ഞാൻ റാഫിക്കയോട് ചോദിച്ചു ഇവൻ അഭിനയിപ്പിക്കാൻ പറ്റില്ലേ കടപ്പടത്തിലെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഇയാളല്ലേ പുതിയ ആൾക്കാരെ പരീക്ഷണം നടത്തുന്ന ആൾ, ഇയാൾ തന്നെ ചെയ്യുന്ന പറഞ്ഞു. അപ്പം ഞാനൊരു ചെവിക്കടി കേട്ട് മറ്റു ചെവിക്കടി കളഞ്ഞു. പക്ഷെ കറങ്ങി തിരിഞ്ഞ് അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമുക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് ഞാൻ അതിൽ തൃപ്തനാണ്. ഇപ്പോൾ മുബിൻ വന്ന് അഭിനയിച്ചതിൻ്റെ പേരിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞല്ലോ, മുബിനാണെങ്കിലും ഇതിൽ അഭിനയിച്ച ഇവരെല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അച്ചു അഭിനയിക്കുന്നത് ഞാനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാരണം നമുക്കൊക്കെ ഈ പിള്ളേർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള റിയാക്ഷൻസും കാര്യങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴത്തെ തലമുറയുടെ ഭാഗത്തുനിന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് ഒരുപാട് താങ്ക്സ്. പിള്ളേരെല്ലാവരും വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നു. ഇത് കൂടുതലും ഇവിടെ കൊച്ചി തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നൈറ്റ് പറഞ്ഞില്ലേ, ഒരു നൈറ്റ് നടക്കുന്ന ഒരു സംഭവത്തിന് ആസ്പദമാക്കിയിട്ടുള്ള കാര്യം. അപ്പോൾ പക്ഷേ നമ്മൾ കുറേ ഇതായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള വേറെ കുറേ സിറ്റീസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പറയുന്നത് ശരിയല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്വൽ ഒരു ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ചീറ്റ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ടോട്ടൽ ഡേയ്സ് എനിക്ക് തോന്നുന്നൊരു 80 ദിവസം. കാരണം അങ്ങനത്തെ സീക്വൻസ് ഉണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ ഫൈറ്റ് സീക്വൻസ് തന്നെ ഒരു 13 ദിവസം 10-13 ദിവസം ഫൈറ്റിന് ഷൂട്ട് ചെയ്യേണ്ടത്. ചെറിയ സിനിമ എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ചെയ്ത ഒരു കൊച്ചു സിനിമ തന്നെയാണ്. അതെ, ഞങ്ങളത് ഷൂട്ട് ചെയ്ത് വലുതാക്കാൻ നോക്കിയെന്നുള്ളൂ. തുടങ്ങിയപ്പോൾ കൊച്ചു സിനിമയായിരുന്നു. ഈ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ ചെയ്യുന്ന സമയത്ത് അതിലെ നായകനും വിഷ്ണുവിനും ചെറിയ സാമ്യങ്ങളുണ്ടായിരുന്നു കഥാപാത്രപരമായിട്ട് പോലും. അതുകൊണ്ടാണ് അതിൽ അദ്ദേഹം നായകനായി എത്തിയത്. ഇതിലിങ്ങനെ കൊച്ചിയിലുള്ള വളരെ യൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു പയ്യൻ, അതിലേക്ക് മുബി തന്നെ വേണം, അതെന്തുകൊണ്ടാണ്? അങ്ങനെയല്ല, അത് ഒരു പുതിയ കഥാപാത്രം അല്ലെങ്കിൽ ഒരു പുതിയ രൂപം എന്ന് പറയുന്ന സംഭവത്തിന് നമുക്കത് പിന്നെ അതിനു വേണ്ടിയിട്ട് ഒരു പുതിയ ആളെ കൊണ്ടുവന്ന് ആളെ അഭിനയിപ്പിച്ച് തീരൂ എന്ന് പറയുന്നുള്ള വാശിയൊന്നുമല്ല. നോക്കി അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ക്യാരക്ടർ ചെയ്യാനായിട്ടുള്ള രൂപവും ഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നിയപ്പോഴാണ് സംഭവിച്ചത്. അല്ലാണ്ട് പെട്ടെന്ന് മുബിയോടുള്ളൊരു ഇഷ്ടത്തിന് മുബീനെ കൊണ്ടുവന്ന് നായകനാക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ശ്രമിക്കുന്നില്ല. കഥാപാത്രത്തിന് ആപ്റ്റാണെങ്കിൽ മാത്രമേ നമ്മൾ ആരെയാണെങ്കിലും, അതിപ്പോൾ ഞാൻ മാത്രമല്ല, അത് സ്ക്രിപ്റ്റ് എഴുതിയത് റാഫിക്കാണ്. റാഫിക്ക ആണെങ്കിൽ പോലും സമ്മതിക്കില്ല. അത് ഓക്കെ അല്ലെങ്കിൽ വേണ്ടെന്ന് പറയുള്ളൂ. അത് വേണ്ട, വേറെ ആരെങ്കിലും ആലോചിക്കാൻ പറയും. അപ്പം നമുക്ക് ഓക്കെ ആണ് എൻ്റെ പേരിൽ ചെയ്തത്.
തമാശകൾ എഴുതും തമാശകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ ഒരുപാട് ചർച്ചകളുണ്ടല്ലോ, ഒരു തമാശ എടുത്ത് ആ തമാശ എങ്ങനെയൊക്കെയാണ് അതിന്റെ പൊളിറ്റിക്കൽ എഫക്റ്റീവ്നെസ് എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ തമാശ പറയുമ്പോഴോ എഴുതുമ്പോഴോ സിനിമയിൽ അങ്ങനെയുള്ള ശ്രദ്ധകളൊക്കെ ഉണ്ടാവാറുണ്ടോ? അങ്ങനെയല്ല, അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കില്ലേ. തമാശകളുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാത്തിന്റെ കാര്യത്തിൽ എല്ലാ ചിന്താഗതി എല്ലാം മാറിക്കൊണ്ടിരിക്കുക എല്ലാവരും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ കാരണം വെച്ചിട്ട് മെജോറിറ്റി അതിന് നമുക്ക് ഇന്ന ചില പണ്ട് നമ്മൾ മിമിക്രി കാലഘട്ടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ള കഥാപാത്രങ്ങളിൽ പള്ളിയിലച്ഛനും പൂജാരിയും മുസ്ലിയാരും ഒക്കെ നമ്മൾ അനുസ്യൂതം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ള കോമഡിയൊക്കെ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് ഒന്ന് ആലോചിച്ചില്ലെങ്കിൽ കുഴപ്പമാകും. അതുപോലെ തന്നെയാണ് സിനിമയുടെ കാര്യത്തിലും. സിനിമയിലും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങൾ ആർക്കെങ്കിലൊക്കെ നോവിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് വേണ്ടെന്ന് വയ്ക്കുക എന്ന് പറയുന്നത് തന്നെയാണ്. അത് ഉത്തമമായിട്ടുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ അനുസരിച്ചിട്ട് കാര്യം. അല്ലെങ്കിൽ പിന്നെ നമ്മളത് നേരിടാനുള്ള ചങ്കൂറ്റം ധൈര്യമൊക്കെ നമുക്ക് വേണം. നമുക്കത് അതിനുള്ള ശേഷിയില്ല. അതിൻ്റെ പേരിൽ നമ്മൾ സൂക്ഷിക്കും. കാർഷിക ഒരു സിനിമയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം അതിന്റെ ഡയറക്ടറിനും റൈറ്ററിനും, അതിന്റെ സൃഷ്ടി എങ്ങനെയായിരിക്കണം, അതിന്റെ കഥ എങ്ങനെയാവണം, അതിന്റെ സൃഷ്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം അതിന്റെ ഡയറക്ടറും റൈറ്ററും ആയിരിക്കും തീരുമാനിക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ലാതെ ഒരു സെൻസർ ബോർഡ് തന്നിട്ട് ഈ സീൻ വേണ്ട, അല്ലെങ്കിൽ അവിടെ അത് വേണ്ട, ഇവിടെ ഇത് വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ ഒരു ആ കഥയുടെ എലമെന്റ് തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. പല സിനിമകൾ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് നമ്മളുടേതായ സൃഷ്ടികൾ അങ്ങനെ ചെയ്യണമെന്നും നമുക്കൊരു തോന്നലുണ്ടാവും. നമ്മളിപ്പോൾ റൈറ്റർ പറയും അല്ലെങ്കിൽ ഡയറക്ടർ, നമുക്ക് ചില കാര്യങ്ങൾ ആ സിനിമയിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്ത് തീരുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവില്ല, കഥ മനസ്സിലാകാതെ പോകും. അങ്ങനെയുള്ള സീൻസ് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഈ സീൻ സെൻസർ ബോർഡിൽ ചെല്ലുമ്പോൾ പ്രശ്നമാകും, അല്ലെങ്കിൽ ആ ഡയലോഗ് പ്രശ്നമാകും. ചിലപ്പോൾ ആ സീനില്ലെങ്കിൽ ആ കഥ പൂർണ്ണമാകാനായിട്ട് പാടായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തിയിട്ട് ആ സമയത്ത് സെൻസർ ബോർഡ് ക്ലീൻ യു കിട്ടുന്ന സ്ഥലത്ത് ആ ഒരൊറ്റ സീനിൻ്റെ പേരിൽ യു ആയി മാറും. അതിനൊക്കെ നമ്മൾ തയ്യാറായിട്ട് തന്നെ, കാരണം അത് സിനിമയെ നശിപ്പിക്കേണ്ടെന്ന് കഥാകൃത്തും ഡയറക്ടർക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളതിൻ്റെ പേരിലാണ് പല സിനിമകളും അങ്ങനെ തന്നെ. അല്ലെങ്കിൽ ചില സിനിമകൾ അതുമല്ലാത്ത സർട്ടിഫിക്കറ്റിലേക്കൊക്കെ സർട്ടിഫിക്കറ്റ് വരെ വന്ന് ചിലപ്പോൾ ആ ഒരൊറ്റ സീനിൻ്റെ പേരിലായിരിക്കും. എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റ്. ഇപ്പോൾ നേരത്തെ വിഷ്ണുവിനെ വെച്ചിട്ട് നമ്മൾ കട്ടപ്പന ചെയ്ത സമയത്ത് അത് അവരിൽ നിന്ന് റൈറ്റേഴ്സ് വിഷ്ണു തന്നെ. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഇപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ചില ഈ ഫൈറ്റും ഡാൻസും മറ്റുള്ള ആക്ഷൻ അങ്ങനെയുള്ള സീക്വൻസ് ഒക്കെ ചെയ്യാനായിട്ട് എല്ലാവർക്കും പുതിയ ഒരാൾക്ക് പറ്റും. പക്ഷേ ഹ്യൂമർ ചെയ്ത് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുവരെ വഴങ്ങുന്ന ഒരാളെ കിട്ടിയെന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതെല്ലാവർക്കും പെട്ടെന്ന് വഴങ്ങുന്ന ഒരു കാര്യമല്ല തമാശ എന്ന് പറയുന്നത്. തമാശ അങ്ങനെ നമുക്കത് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി അത് ഓക്കെ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ചെയ്യാൻ പറ്റുന്ന പുതിയ പിള്ളേരെ കിട്ടുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും.